ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. ഇന്ത്യ UAE ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ ഉയർത്താൻ കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ സയ്ദ് അൽ നഹ്യാനും തമ്മിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. പ്രതിരോധം, ബഹിരാകാശം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളം സമഗ്ര പുരോഗതിയും വളർച്ചയും കൈവരിച്ചതായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സംസ്ഥാനം സാമ്പത്തിക വളർച്ചയുടെ പാതയിലാണ്. അടിസ്ഥാന സൌകര്യ വികസന മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം അതിദാരിദ്ര്യത്തെ ഉന്മൂലനം ചെയ്തും മാതൃകയായി. കേരളത്തിന്റെ സാമൂഹ്യ പുരോഗതിയും ശിശുമരണ നിരക്ക് ഉൾപ്പെടെയുള്ള സൂചികകളും വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി കേരളത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കിയതായി ഗവർണർ പ്രസംഗത്തിൽ പറഞ്ഞു. കടമെടുപ്പ് പരിധി കുറച്ചത് കേരളത്തിന് തിരിച്ചടിയായി. പ്രതികൂല സാഹചര്യത്തിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. അടിസ്ഥാന സൌകര്യ വികസനത്തിലും വ്യവസായങ്ങളുടെ വികസനത്തിലും സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊണ്ടതായും ഗവർണർ പറഞ്ഞു. സ്പീക്കർ AN ഷംസീർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രി MB രാജേഷ് എന്നിവർ ചേർന്നാണ് ഗവർണറെ സഭയിലേക്ക് സ്വീകരിച്ചത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ നാളെ രാവിലെ 9 മണിക്ക് ചേരും. ആലപ്പുഴയിൽ കാക്കകൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡിലും കോടന്തുരുത്ത് പഞ്ചായത്ത് 13ാം വാർഡിലുമാണ് കാക്കകൾക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തുറന്ന ജലാശയങ്ങളിലെ വെള്ളം ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചു. മകരവിളക്ക് കാലത്തിന് സമാപനം. ശബരിമല നട ഇന്ന് രാവിലെ അടച്ചു. തിരുവാഭരണ മടക്ക ഘോഷയാത്ര ആരംഭിച്ചു. കുംഭമാസ പൂജയ്ക്കായി ശബരിമല നട അടുത്ത മാസം 12-ന് വീണ്ടും തുറക്കും. ആലപ്പുഴയിലെ പ്രസിദ്ധമായ അർത്തുങ്കൽ ബസലിക്കയിലെ തിരുനാൾ ഇന്ന്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ പ്രതികളായവരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി, N. വാസു എന്നിവരുടെ വീടുകളിലും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുമാണ് റെയ്ഡ് നടന്നത്. കേരളം, കർണാടകം, തമിഴ്നാട് അടക്കം 21 കേന്ദ്രങ്ങളിലും പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് EDയും സമാന്തര അന്വേഷണം നടത്തുന്നത്. അതേസമയം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ തെളിവെടുപ്പിനായി പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുകയാണ്. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ സഹമന്ത്രി രാംദാസ് അത്വാലെ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. നാളെ രാവിലെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കണ്ണൂർ ജില്ലാ സാമൂഹ്യക്ഷേമ ഓഫീസർ കേന്ദ്ര സഹമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രാദേശിക നേതാക്കളുമായുള്ള മുഖാമുഖം പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. കരുവഞ്ചാൽ വോളിബോൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഡോക്ടർ രാജീവ് മേനോൻ ട്രോഫിക്കായുള്ള ദേശീയ വോളിബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് കേന്ദ്ര സഹമന്ത്രി നിർവഹിക്കും. വ്യാഴാഴ്ച രാവിലെ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകും. പൊതുജനങ്ങൾക്കുള്ള സേവനങ്ങൾ സുഗമവും സുതാര്യവുമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരുക്കിയ AI കോൾ സെന്റർ മന്ത്രി MB രാജേഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ടി എന്ന പേരിലാണ് AI അധിഷ്ഠിത വെർച്വൽ അസിസ്റ്റൻസിനെ അവതരിപ്പിക്കുന്നത്. എല്ലാ ദിവസവും മുഴുവൻ സമയവും വിവരങ്ങൾ ലഭ്യമാകുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തൊഴിലും നൈപുണ്യവും വകുപ്പിന് കീഴിലുള്ള നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൊഴിൽ നൈപുണ്യ വികസനത്തിനായി പരിശീലനം നേടുന്നവർക്കും വിവിധ മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കുമുള്ള സാമ്പത്തിക കൈത്താങ്ങാണിത്. പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം 1 വർഷക്കാലം ധനസഹായമായി ലഭിക്കും. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരട് വോട്ടർ പട്ടികയിലുള്ള പേരുകൾ നീക്കം ചെയ്യാനായി ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 5528 അപേക്ഷകൾ ലഭിച്ചു. പട്ടികയിൽ ഇല്ലാത്ത 5,64,810 പേരാണ് പേര് ചേർക്കാനായി അപേക്ഷിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാന നേതാവുമായിരുന്ന വടക്കില്ലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് എഴുത്തുകാരൻ ദാമോദരൻ കുളപ്പുറം അർഹനായി. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 25-ന് സമ്മാനിക്കും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകുന്നേരം 7:30-ന് വഡോദര അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.